ഗായ്സ്, നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ന് 2 കല്യാണങ്ങളുണ്ട് സുഹൃത്തുക്കളെ. എത്ര നാളായി ഒരു കല്യാണമൊക്കെ കൂടിയിട്ട് കല്യാണ സദ്യ കഴിച്ചിട്ട്. അതും ഇന്ന് നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന്റെ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും മൃദുലയുടെ ബെസ്റ്റ് ഫ്രണ്ടും. അപ്പം എന്താ പറയുക, നമ്മൾ പരിചയപ്പെട്ടത് തന്നെ ആ ഒരു ത്രൂ വഴിയൊക്കെയാണെന്നൊക്കെ പറയാം. ആ ഒരു ഡാൻസ് ഗ്രൂപ്പ്, ആ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നല്ലോ. അതെ അതെ, അങ്ങനെയാണ് ഇവർ രണ്ടുപേരും ഡാൻസ് ക്ലാസ്സിൽ വരുന്നതും. അങ്ങനെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് അവരുടെ കൂടെ നമ്മളങ്ങ് സെറ്റായി. അങ്ങനെയായിരുന്നു കഥ എന്ന് പറയുന്നത്. അന്ന് നമ്മൾ ഒന്നിച്ച് കോളേജിലെ കപ്പിൾസ് ആയിരുന്നു നമ്മള് പ്ലാൻ ചെയ്ത പോലെ. നമ്മള് പഠിക്കാൻ പോകുന്നേക്ക് ഒരുമിച്ച്, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് ട്രിപ്പ് ഒക്കെ പോകണം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പ്ലാൻ ചെയ്തിട്ടാണ്. പക്ഷെ അവരിപ്പഴാ കെട്ടും, നമ്മള് കെട്ടി 1 വർഷം ഇപ്പഴാ കെട്ടും. അപ്പൊ അന്നത്തെ മെമ്മറീസിലുള്ള പിക്സും എല്ലാം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ സൈഡിൽ കൊടുക്കാം. എത്ര വർഷമായി കാണുന്നതിന്? അന്ന് ഞാനും ക്യാമറ എടുത്തൊരു സമയമായിരുന്നു. ഞാനും കോളേജിൽ കൊണ്ടുപോയിട്ട് നമ്മൾ രണ്ടുപേരുടെ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ അന്ന് സമയത്ത് കോളേജിൽ ആരും അറിയാം, നമ്മൾ 4 പേര് കാണാൻ വേണ്ടി 4 വർഷം. അപ്പൊ ഏതാണ്ട് 4 വർഷം ഞാനും ഒന്നിച്ച് പഠിച്ചതാണ്. 2 പേരുടെയും ഒരു ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണമാണ് നാളെ. അപ്പം വളരെ സന്തോഷം. അത് മാത്രമല്ല, അവരെ ഒന്നിക്കുമ്പോൾ നമുക്ക് ഒരു ഹാപ്പിനെസ് നടക്കുന്നു. അന്ന് നമ്മൾ ഒന്നിച്ച് റിലേഷനിലായി, ഒരേ ടൈമിൽ കോളേജ് കഴിഞ്ഞ് ഇറങ്ങി. അപ്പം ഇവര് 2 പേരും, ഞാനും അവനും പഠിക്കുമ്പോൾ 2 പേരും കാണാനൊക്കെ വരുമായിരുന്നു. ചെറിയ ചെറിയ യാത്രകൾ, ആരും കാണാതൊക്കെ. ഇതൊക്കെ കാണുന്ന അവരെ വീട്ടിലെ പേരൻസ് അല്ല, കുഞ്ഞു യാത്ര കേട്ടോ. അങ്ങനെ ഭയങ്കര ട്രിപ്പൊന്നും അല്ല. നമ്മളെ തന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം സൂ, ട്രിവാൻഡ്രത്തെ മ്യൂസിയം, കറങ്ങും, അതൊക്കെ ഉള്ളായിരുന്നു നമ്മളെ കുഞ്ഞു കുഞ്ഞു യാത്രകൾ. ഇവിടെ ഒരാളെ കിടപ്പുണ്ട് സുഹൃത്തുക്കളെ. എടാ, ഇത് എന്ത് പറ്റിയാണ്? നിന്നെ നിക്കറിന് വിടാറുള്ള വെട്ടിക്കിടന്ന് നീ എന്തുപടി ഇറക്കണം ചെയ്ത്? ഉടുപ്പെല്ലാം ചെറുതായി തുടങ്ങുന്നു. എനിക്ക് വിഷമം, അതെനിക്ക് കളയാൻ മനസ്സില്ല. എവിടെ അടുത്ത് കിടന്നാൽ ഇവ ഉറങ്ങും. എത്ര ഉറക്കത്തിലാണ് എവിടെ എണീറ്റ് പോയി അവൻ അറിയുകയും ചെയ്യും, ഉണരുകയും ചെയ്യും. ദിവസമൊന്നും ഭയങ്കര ഒരു നിർബന്ധമൊന്നുമില്ല. എവിടെ ടയർഡാണെങ്കിൽ എനിക്ക് ഇന്നലെ രാത്രി 3 മണിക്ക് ഇങ്ങനെ എവള് നല്ല ഉറക്കം, ഞാൻ ഇങ്ങനെ എണീറ്റപ്പോൾ ഇവൻ കണ്ണ് തുറന്ന് കിടക്കുക. ഞാൻ കുറേ നേരം നോക്കിയിരുന്നു, പക്ഷെ ഒരു നിർബന്ധമില്ല, ഒന്നുമില്ല. കണ്ണ് തുറന്ന് ഇങ്ങനെ മാനത്തോട്ടൊക്കെ നോക്കി ഒറ്റയ്ക്കൊക്കെ കൈയൊക്കെ ഇട്ടാണ്. എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമൊക്കെ തോന്നി. വിഷമമൊന്നുമല്ല, എന്തോ അവൻ നിർബന്ധം കാണിക്കുന്നില്ല. നമ്മൾ ടയർഡായി ഇത്ര യാത്ര ചെയ്ത് വന്നതൊക്കെ നമ്മളെ സാഹചര്യങ്ങൾ അവൻ മനസ്സിലാക്കി, ചില സമയത്ത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്നതൊക്കെ എനിക്ക് തോന്നുന്നു. ചില നേരം നമ്മൾ വീഡിയോ എടുക്കുമ്പോഴായിക്കോട്ടെ, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുമ്പം നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോഴായിക്കോട്ടെ, അവൻ അങ്ങനെ പിടിവാശികളോ ഒന്നും കാണിക്കത്തില്ല. കണ്ണു തുറന്നാലും അവൻ അങ്ങനെ തമിഴ്നാട്ടിൽ പോയപ്പോഴും അതുപോലെ ഇന്നും കുറെ നേരം ഞാൻ കുളിക്കാൻ പോയ സമയത്തായിട്ട് കണ്ടു മിണ്ടാതെ. അവനറിയാം അവന്റെ അച്ഛനും മാത്രമേ ഉള്ളൂ എന്ന് അറിയാം. അതുകൊണ്ട് അവൻ അങ്ങനെ യൂസ്ഡ് ആയി വരുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു. ചിലപ്പോ കരഞ്ഞിട്ട് ആരും എടുത്തില്ല എന്നുണ്ടെങ്കിൽ അവൻ തന്നെത്താനെ എടുത്ത്. എനിക്ക് ജോലി എന്തെങ്കിലും അടുക്കളയിൽ ചെയ്യും, ഞാൻ എടുക്കത്തില്ല. മോനെ ഇതാ വരുന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് അലക്കിട്ടേ ഉള്ളൂ. ഇപ്പൊ നമ്മളിത് പറയാം, എല്ലാ കുട്ടികളൊക്കെ ഇങ്ങനെ ആണ്, നമുക്കറിയാൻ പറ്റും. ഞാൻ ഇവിടെ ആദ്യമായിട്ടല്ലേ പേരന്റ് ആവുന്നേ. അപ്പൊ പേരന്റ് ആകുമ്പോൾ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഓരോ മൊമെന്റും ആദ്യമായിട്ട് വരുന്ന മൊമെന്റ് ആണ്. എനിക്ക് ഭയങ്കര പുതുമയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയണത്. ഇത് കാണുന്ന ആൾക്കാർക്ക് ഇതൊരു ക്രിഞ്ചടിക്കോ അല്ലെങ്കിൽ ഇത് ഭയങ്കര സംഭവം തോന്നുന്നൊന്നും വേണ്ട. നമ്മുടെ ലൈഫിൽ ഇതൊരു സംഭവമാണ്. നമ്മുടെ ലൈഫിൽ ഇത് ആദ്യമായിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഒരുപാട് പേരെ കാണാം. കുറച്ച് ഫ്രണ്ട്സ്, എനിക്ക് വിരലുണ്ടാവണ കുറച്ച് കൂട്ടുകാരേ ഉള്ളൂ. അവര് മതി. ഒരുപാട് എനിക്ക് ഇത്രയും ഫ്രണ്ട്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരു കോള് മതി, ഒരു കോള്. ഓക്കെ, മാറും, നീ സെറ്റ് ആവും, അത്രേ ഉള്ളൂ. നേരെ നമുക്ക് റെഡി ആവാം ഗൈസ്. ലെറ്റ്സ് ഗോ. റെഡി ആവുന്നതിന് മുന്നേ എനിക്കൊരു 10 മിനിറ്റ് തരണം. നമ്മൾ 2 പേരും ഇപ്പൊ വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പൊ കുഞ്ഞിനെ നോക്കുന്നതിന്റെ തിരക്കിലൊക്കെ ആയാലും എനിക്ക് സ്കിൻ കെയർ അങ്ങനെ ചെയ്യാൻ പറ്റാറേ ഇല്ല. എന്നാലും ഞാൻ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ റെഗുലർലി വീഡിയോയിൽ പറയുന്നത് ഞാൻ യൂസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെ. നമുക്കറിയാം, നമ്മളുണ്ടാകുന്ന സ്ട്രെസ്സും ഫ്രീ റാഡിക്കൽസും അതുപോലെ തന്നെ ഡെഡ് സ്കിൻ സെൽസുമാണ് നമ്മുടെ സ്കിന്നിനെ ഭയങ്കര ഡള്ളാക്കിയും അതുപോലെ തന്നെ ഡീഹൈഡ്രേറ്റ് ആക്കുകയും ചെയ്യുന്നത് അല്ലേ. പ്രത്യേകിച്ച് എൻ്റെ ഒരു പോസ്റ്റ് പാർട്ടം സ്റ്റേജിൽ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട്. ഇപ്പൊ തന്നെ പ്രഗ്നന്റ് ആയ പോലെ അല്ല, ഇപ്പൊ എന്റെ സ്കിന്നിൽ ഒരുപാട് ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിനൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ്. ഈ പ്രോബ്ലത്തിനൊക്കെ ഒരു സൊല്യൂഷൻ എന്ന പോലെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് റിച്ച് പ്രോഡക്റ്റ് യൂസ് ചെയ്യേണ്ട അത്യാവശ്യമാണ് അല്ലേ. എന്നാലേ നമുക്ക് വിസിബിൾ ബ്രൈറ്റർ ആയിട്ടുള്ള ഒരു ഹൈഡ്രേറ്റഡ് സ്കിൻ കിട്ടുള്ളൂ. അതിവിടെ നാച്ചുറൽ ഗ്ലോയും ഈവൻ ടോണയും റിവീൽ ചെയ്യും. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഹിമാലയ ബ്രൈറ്റനിങ് വൈറ്റമിൻ സി ഓറഞ്ച് ഫേസ് സിറം. ഇതിൽ അടങ്ങിയിരിക്കുന്നത് 10x നിയാസിനാമിഡും 5x വൈറ്റമിൻ സിയും ആണ്. പോരാത്തിന് ഓറഞ്ചിന്റെ പവറും നമുക്ക് നേച്ചറിനെ സയൻസിന്റെ ബെസ്റ്റ് തന്നെ പ്രൊവൈഡ് ചെയ്യും. ഇത് നമ്മുടെ സ്കിന്നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെ കേട്ടോ. എന്തെന്നാൽ ഡേ 3 തൊട്ട് നമുക്ക് വിസിബിളി ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോയിങ് സ്കിൻ കാണാൻ പറ്റും. ഈ ഒരു ഫേസ് സിറത്തിന്റെ ലൈറ്റ് വെയിറ്റ് ഫോർമുല കൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് അബ്സോർബ് ആവുകയും അതുപോലെ തന്നെ വിസിബിളി ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഈവൻ സ്കിൻ ടോണും തരും. ഇതിൽ അടങ്ങിയിരിക്കുന്ന 10x നിയാസിനാമിഡും 5x വൈറ്റമിൻ സി നമ്മുടെ സ്കിന്നിലുള്ള ഒരു ഡൾനെസ്സിനെയൊക്കെ റെഡ്യൂസ് ചെയ്ത് നമുക്ക് നാച്ചുറലി ഗ്ലോ ആയിട്ടുള്ള ഒരു റേഡിയന്റ് സ്കിൻ റിവീൽ ചെയ്യും. ഇതിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സിയും നിയാസിനാമിഡും നമ്മുടെ പിഗ്മെന്റേഷനെ കൂടി റെഡ്യൂസ് ചെയ്ത് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ആക്കുകയും അതുപോലെ തന്നെ സ്കിൻ ഗ്ലോയെ ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നു.
ഇതിൽ ബെസ്റ്റ് ഓഫ് സയൻസ് ആൻഡ് നേച്ചർ ആണ്. സയൻസ് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സി, നിയസെൻഡും, നേച്ചർ എന്ന് പറഞ്ഞാൽ ഓറഞ്ചും. ഇനി ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഒരു 2-3 ഡ്രോപ്സ് എടുത്ത് നമ്മുടെ ഫേസിലും നെക്കിലും നല്ലോണം അപ്ലൈ ചെയ്യുക. ടോയ്സയുടെ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടും ബെറ്റർ ആണ്. എന്നിട്ട് നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ആകുന്നതോടെ വരെ അപ്വേർഡ് സർക്കുലർ മോഷനിൽ നല്ലോണം മസാജ് ചെയ്യുക. എന്നിട്ട് ഒരു ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീനോട് യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും. കണ്ടില്ല ഇതിന്റെ ആപ്ലിക്കേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ സ്കിന്നിൽ ഉണ്ടായ ഒരു ഗ്ലോ. നമ്മുടെ ഈ ഹിമാലയ ബ്രൈറ്റനിങ് വൈറ്റമിൻ സി ഓറഞ്ച് ഫേസർ നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കയിലും അതുപോലെ തന്നെ ഹിമാലയയുടെ വെബ്സൈറ്റിലും ആപ്പിലും അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ ഇനി കല്യാണം കൂടാൻ പോയാലോ? അങ്ങനെ റെഡി ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. സമയമില്ല, അടുത്ത റെഡി ആവാൻ ഒട്ടും സമയമില്ല കേട്ടോ. വിളിച്ച് ലേറ്റ് ആയി പോയി സംഭവം. കല്യാണം കാണണം. അയ്യോ, നമ്മളെ പാലാശനുള്ള അതേ കോസ്റ്റ്യൂം തന്നെയാണ് ഇന്നും. അപ്പം ഇറങ്ങല്ലേ? ചെറുതായിട്ടൊന്ന് ലേറ്റ് ആയി പോയി, ചെറുതായിട്ട്. ഭയങ്കര ചിരിയുടെ രാവിലെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് വരാണെങ്കിൽ ഡ്രസ്സൊക്കെ ഇട്ടപ്പോ ഒടുക്കത്തെ ചിരിയാടെ നമ്മള്. അവനറിയാം നമ്മള് തിരിച്ചു പിടിച്ചിട്ട് രാവിലെ നല്ല ഉറക്കമായിരുന്നു. എവിടെയും പോകണമെങ്കിൽ കാര്യത്തില്ല. അതാ ഉറക്കത്തിൽ എഴുന്നേച്ചാ കുളിപ്പിച്ചത്. ഏട്ടാ കൂളിംഗ് ഗ്ലാസ് എന്തി? കൊണ്ട് അയ്യോ ഇന്ന പൊളിയാന്ന് എന്റെ ചെറുക്കന്റെ കല്യാണമാ. പണ്ട് അവരുടെ പറഞ്ഞിട്ടുണ്ട് നീ എന്റെ കല്യാണത്തിനും വരെ ലേറ്റ് ആവുന്നു. പണ്ട് ഞാനൊരു പഠിക്കുന്ന സമയത്ത് എന്ന് നമുക്ക് കാത്തു നിൽക്കുമായിരുന്നു എന്നെ കോളേജിൽ പോകുന്നായിരുന്നു. കൊട്ടാരക്കര വന്നിട്ട് അവൻ ചടയങ്ങളത്ത് ഇറങ്ങിയിട്ട് ചടയങ്ങളത്ത് നമ്മൾ ഒന്നിച്ചേരുന്ന എപ്പോഴും പോണം. 1 വർഷം 1.5 വർഷം അങ്ങനെ പൊക്കോണ്ടിരുന്ന എന്നും പരീക്ഷയ്ക്ക് വരെ. അപ്പൊ അവൻ അന്ന് ഞാൻ ലേറ്റ് ആയിട്ട് വരും. അപ്പൊ അവൻ പറഞ്ഞു നീ എന്റെ കല്യാണത്തിന് നീ ഇങ്ങനെ ആയിരിക്കും. കറക്റ്റ് കല്യാണത്തിന് കറക്റ്റ് ലേറ്റ് ആയി. ടൈം ആവും. കല്യാണം കഴിയരുത്. അപ്പൊ കല്യാണം പോളേ. ചാൻസി റാണി വാ കേറ്. ചാൻസി റാണി ഇതെന്തോന്നിത്? ഇതെന്തോ കവറിനകത്ത് ഡ്രസ്സാ? എത്ര നമ്മളിപ്പോ പെട്ടെന്ന് വന്നില്ലേ? കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട്. അയ്യോ കിണ്ണം കാച്ചി. ഈ ഡ്രസ് ആരും കണ്ടിട്ടില്ല പാലാച്ചിന്. വാ വാ വണക്കം. അയ്യോ അതെന്ത് പറ്റി? ഞാൻ തോന്നി വിഷമം സന്തോഷം കൊണ്ടാ. ഓ എനിക്ക് വയ്യ. അമ്മ ഇപ്പൊ തെന്നി വീണാനെ. ഉയ്യോ പെതുക്കെ കല്യാണത്തിന് നേരെ ആശുപത്രിയിലോട്ട് പോകാനായിട്ട് വയ്യ. ഞാൻ ഡിസ്കോ ഒക്കെ കളിച്ചിറങ്ങിയിരുന്നു. ചെറുക്കനും പെണ്ണും വരെ കഴിക്കാൻ കയറി. പക്ഷെ നമ്മൾ തന്നെ കയറിയില്ല. വീഡിയോ എടുക്കാൻ പോയിരുന്നു. ഇവൻ ചെറുതായിട്ടൊന്ന് അപ്പിയിട്ടായിരുന്നു. അങ്ങനെ സ്നഗ്ഗിക്ക് വരാൻ വേണ്ടി പോയിരുന്നു. അങ്ങനെ ഇവിടെ നമ്മൾ എവിടെ വന്നാലും നമ്മൾ ഡ്രസ്സിംഗ് റൂം, വാഷിംഗ് റൂം, അങ്ങനത്തെ ഉള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടുവെക്കണം. അതായത് നമുക്ക് ഓടാനുള്ളതാണ്. അപ്പൊ നമ്മൾ ഒരു ആഡിറ്റോറിയത്തിന് ഫംഗ്ഷന് പോയി അവിടെ എവിടെ നമുക്ക് സേഫ് ആയിട്ട് കുഞ്ഞിന് സ്നഗ്ഗി മാറാം, അവന് ഡ്രസ്സ് മാറാം, അതൊക്കെയാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഉണർന്നിരിക്കുന്ന സുഹൃത്തുക്കളെ കല്യാണം കൂടെ വന്നല്ലേ? ഭയങ്കര മെമ്മറബിൾ. ഈ ഒരു ഇതിൽ കൂടെ കയറി പോകുന്നേ അത് ചെറിയ ഗ്രില്ലുകൾ അടയ്ക്കും, നമ്മള് തുറപ്പിക്കും. ഇങ്ങനെ തള്ളിയൊക്കെ കയറി പോയിട്ട് കഴിക്കുമ്പോഴേ അതിന്റെ സ്വാദ് കിട്ടത്തുള്ളൂ. എത്രയോ വട്ടം നമ്മള് തള്ളി കയറി പോയിട്ടേ സീറ്റ് ഫുൾ ആയെന്ന് പറഞ്ഞ് തിരിച്ചിറങ്ങി വരും. അങ്ങനെയൊക്കെ ഇറങ്ങി പോയിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ചിലപ്പോ ചമ്മാമയത്തുണ്ട് അതിന്റെ മൂല അവിടെ തന്നെ നിൽക്കുക. അവര് കഴിച്ച് തിരുന്നിടം വരെ സൈഡിൽ തന്നെ. ഞാൻ അങ്ങനെ നിന്ന് കൊതി ഇറക്കാറില്ല മൃദുലെ പോലെ. ഞാൻ എനിക്ക് സീറ്റില്ലെങ്കിൽ ഞാൻ പിന്നെ അവിടെ നിന്ന് അഴിവാൻ നിൽക്കൂല. അപ്പോഴേ ഇറങ്ങി വരും കേട്ടാ. മൃദുല അവിടെ നിന്ന് അഴിവും. നമ്മള് മൂലയ്ക്ക് നിൽക്കും. എത്ര തുറന്ന് ഇടിച്ചു കയറാൻ വേണ്ടിയുള്ള തിരക്കില്ല. കുഴപ്പമില്ല, ഇടിക്കാതെ കയറാം, പതിയെ കയറാം. നിനക്ക് വേണ്ടി ഇനി ഈ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണം കൂടി ഉള്ളു കൂടെ. അടുത്ത കല്യാണത്തിന് വന്നിരിക്കുന്ന സുഹൃത്തുക്കളെ, മൊത്തം കല്യാണം. അതെ, ഹാപ്പി മാരീഡ് ലൈഫ്. ഗൈസ്
മീറ്റ് അവർ കല്യാണ ചെക്കൻ സുഹൃത്തുക്കളെ കഴിഞ്ഞു. നമ്മളിതേ മറുവീടിന് റിസപ്ഷന് വേണ്ടി ഇറങ്ങാൻ വേണ്ടിയുള്ള ഒരുങ്ങുവാണ്. അതെ, ഇതാണ് ഇന്നത്തെ കോസ്റ്റ്യൂം. ഫണ്ടാസ്റ്റിക് ആയിട്ടുണ്ട്. കൊള്ളാം കേട്ടോ. ഇതാണ് ഭാവി ജീവിതത്തെ പറ്റിയൊക്കെ ഒരു ഞാനിപ്പോ എന്റെ അച്ഛനായി നീ കണ്ടില്ലേ, ഞാൻ എനിക്കൊരു സമയം പോലെ തന്തവൈവായി. ഞാൻ ഉടനെ ഇല്ല തന്തവൈ. ആദ്യം ഞാൻ പറഞ്ഞു എന്റെ കല്യാണം ഫസ്റ്റ്, ഇവന്റെ കല്യാണമായി. ഞാൻ ഓവർടേക്ക് ചെയ്ത് എന്നെക്കാട്ടി മുമ്പേ ഇവരുടെ റിലേഷൻ ആയത്. പക്ഷെ നമ്മൾ കിട്ടുന്നത് ഇപ്പോഴത്തെ പ്രതീക്ഷിച്ചില്ല. ഹാപ്പി സന്തോഷം കിട്ടൂടാ. അത് കല്യാണത്തിന് ടെൻഷനുണ്ട്. അല്ല ഇന്ന് ഞാൻ താലി കെട്ടിയപ്പോ നിന്നെ ശ്രദ്ധിച്ചായിരുന്നു. ഭയങ്കര വിറവലായിരുന്നു അല്ലേ? വിറവലായിട്ട് വൈറലായിരുന്നെങ്കിൽ പഞ്ചായത്ത് പറഞ്ഞു വരൂല്ലേ. അതെ അതെ 6 എത്ര വീർത്ത പ്രണയത്തിന്റെ ആ സാധനം കിട്ടിയില്ല. അതെ അതെ അതെ. ഫാമിലി മറുവീടിനുള്ള എന്താണ് മറുവീടിന് അൻസിയുടെ ഫാമിലി എല്ലാരും വന്നിട്ടുണ്ട്. നീ പോയി സ്വീകരിക്കല്ലേ, പോയി സ്വീകരിക്കും. നീ തിരക്കാണ്, തിരക്ക് നടക്കട്ടെ. തേനം നരസിംഹം നരസിംഹം ഇതിലെ ഞാൻ എടുത്തെടുത്ത ടോപ്പാണ് കേട്ടോ. ഫ്രം മീഷോ അല്ല, മീഷോ അല്ല, ഫ്രം മിന്ത്ര. അതും ഞാൻ കണ്ടില്ല, പൊട്ടിച്ച് ഇപ്പഴാ എടുത്തിടുന്നത്. എങ്ങനെയാന്ന് പോലും ഞാൻ പൊട്ടിച്ച് നോക്കിയില്ല. കംഫർട്ട് ഉണ്ടോ? എങ്ങനെ കിട്ടിയില്ല, എത്രയും പെട്ടെന്ന് എന്തെങ്കിലും മുടി ഒന്ന് സെറ്റ് ചെയ്യണം. സ്ട്രൈറ്റ് ചെയ്യല്ലേ മക്കളെ? സ്ട്രൈറ്റ് ചെയ്യാം. ഇല്ല, നമ്മളെ ഡയറ്റ് ഒക്കെ ഇവിടെ പോകുന്നു. ഇന്ന് കല്യാണമായിട്ട് തീറ്റി എന്തോ പറയാനാ സദ്യ. പിന്നെ രണ്ടാമത്തെ കല്യാണത്തിന് നമ്മൾ ഫുഡ് കഴിച്ചില്ല കേട്ടോ. അതുകൊണ്ട് ഇപ്പം എന്താ റിസപ്ഷൻ. ഇവിടുത്തെ മുടി സെറ്റാണ് കേട്ടോ. അത് പണ്ട് ചെയ്തത് മേലത്തൊന്നും പോയി കഴിച്ചു. ഞാൻ വിചാരിച്ചു പണ്ടത്തെ ചുരുണ്ടുമുടി ആക്കാനും ഒരു ചേഞ്ചിന് വേണ്ടി ഇനി. പക്ഷെ ഇതിന് എന്ന് വളരാനാ. അത് പറയണ്ട, മുഖം കാണും പറയാൻ കരഞ്ഞത്. എന്തിനു കരഞ്ഞത്, എന്തിനു കരഞ്ഞത്? ചൊടി ഫോട്ടോ ആവേ, സാരമില്ല കേട്ടോ. ഇവിടെ പോയാലും ലാസ്റ്റ് വന്ന് അവസാനിക്കുന്നത് ചെടിക്കടയില. അല്ല, പണ്ടൊന്നും ചെടിക്കട കണ്ടാ നിർത്തണമെന്നില്ല. ഇപ്പൊ ഏട്ടാ ചെടിക്കട, കടലാസ് ചെടിയൊക്കെ നോക്കാം, അടിപൊളി കേട്ടോ. അത് അവര് ബഡ് ചെയ്ത് വെച്ചേക്കോ കേട്ടോ, എല്ലാ കളറൂടെ ചേർത്ത് വെച്ച്. എത്ര വില അതിന്? 6 രൂപ വരും ചെടി മാത്രം. 6000. ഏട്ടാ ഇതിന്റെ കുറച്ചുകൂടെ പൊക്കമുള്ള എന്തിനാണെന്നറിയോ? മേളി ബാൽക്കണിയിൽ 2 സൈഡിലും വെക്കാല്ലേ. ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന കൊള്ളാം കേട്ടോ. എല്ലാം കുറെ നിനക്കല്ലേ പൂക്കളുള്ള ചെടികൾ വേണ്ട. അതാണ്ട ഇഷ്ടം പോലെ ഉണ്ട് പൂക്കളുള്ള ചെടി. ഇതൊക്കെ നമ്മൾ അയ്യത്ത് കാണുന്ന അതേ ഐറ്റം തന്നെ കേട്ടോ. ഇത് വലുതാവോ? ഇത്ര തന്നെ. ഇതിന്റെ പേരെന്തോ? കലാറ്റിയ ലൂട്ടിയ എന്ന് പറഞ്ഞ ചെടി. ഈ റോസയാണോ 500? ഇതാണോ 500? അതെനിക്ക് തോന്നി. കുഴപ്പമില്ല. അപ്പൊ ഇതെത്രയാ? അത് ആ ബോർഡ് കണ്ട് കേറുന്നവര് ഇതാന്ന് വിചാരിക്കും, പക്ഷെ അതായിരിക്കും. പക്ഷെ ഇതേ വാങ്ങിക്കത്തുള്ളൂ. ഭയങ്കര ട്രിക്കാ. അല്ലാതെ തിന്നേന്റെ ബാക്കി സാമ്പാറും ചോറും വളരൂല. അമ്മ നോക്കി എന്തോ വളമിട്ട് കൊടുക്കുന്നത്. നമ്മുടെ അവിടെ മുട്ടയുടെ തോട്, ഉള്ളിത്തോലി, കരിവേപ്പില അങ്ങനെ കിட்ட വളരുവോ? എല്ലാം വളമില്ലേ, പക്ഷെ അത് എടുക്കാൻ താമസിക്കും. മറ്റേ വളമിടുന്ന പോലെ പെട്ടെന്ന് കിട്ടത്തില്ല ചെടിക്ക്. ചോദിച്ച് മനസ്സിലാക്കുന്നത് എങ്ങനെ പഴഞ്ചോറ് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് റോസാപ്പ് റോസ വരുന്നത്? ഓടാൻ പറയും. നമ്മള് 10 എണ്ണം എടുക്കുവാന്നേ. 10 എണ്ണം എടുത്താ? ഇനി മൊത്തം റോസ ഇടാനുള്ള പരിപാടിയാ? എനിക്ക് അറിഞ്ഞൂടെ, അമ്മ പറഞ്ഞെടുക്കാം, ഞാനങ്ങ് എടുക്കുവാ. മൊത്തം റോസ ഇടാനുള്ള പരിപാടിയാണോ? കളക്ഷൻ ഒരുപാടുണ്ട്, പക്ഷെ നമ്മൾ അവിടെ പോയിന്റ് അത്ര റേറ്റ് കുറവല്ല. അവിടെയാണ് റേറ്റ് റോസ ചെടി ഓക്കെയാണ്, ലാഭമാണ്. അതുകൊണ്ട് നമ്മളത് 10 എണ്ണം വാങ്ങി. 12 2 കുഞ്ഞിനെ റോസ. പിന്നെ നമ്മള് സ്നേക്ക് പ്ലാന്റ് വാങ്ങി. സ്നേക്ക് പ്ലാന്റ് അത്യാവശ്യമാണ്, നമ്മൾ വാങ്ങിച്ചു. അത് മതി. പക്ഷെ ബാക്കിയെല്ലാം ഭയങ്കര റേറ്റ്. കുറച്ച് സാധനങ്ങൾക്ക് ഭയങ്കര റേറ്റ് ആയിട്ട് തോന്നുന്നു. പക്ഷെ കമ്പാരിറ്റീവ്ലി നമ്മൾ അവിടെ ചേട്ടൻ്റെ ഇടയിൽ ചോദിച്ചപ്പോൾ ഭയങ്കര ലാഭമായിരുന്നു. അപ്പൊ നമുക്ക് അവിടെ തന്നെ ഇറങ്ങാൻ കേട്ടോ. കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ എല്ലായിടത്തും. പക്ഷെ ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഒരു കാര്യം, മെയിൻ റോഡാണ്. അതുകൊണ്ടാണ് അവർ റേറ്റ് ഇടുന്നത്. ഇതിൽ സെറ്റ് ചെയ്തേക്കുന്നത് അടിപൊളി. സമയം 1 മണി സുഹൃത്തുക്കളെ. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്നു. നമ്മുടെ ചെടിയൊക്കെ വാങ്ങിച്ച് നാളെ ചെടിയൊക്കെ നടണം. അമ്പൂട്ടും ഇങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അമ്പൂട്ടിനെ കുറേ നേരം മൃദുല എടുത്തു വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് ഇപ്പോൾ ഒരു 1.5 മണിക്കൂറത്തെ മൃദുലയുടെ ഹാർഡ് വർക്കായിരുന്നു. പക്ഷെ കൊണ്ട് കിടത്തിയപ്പോൾ അത് പോയി, ഫ്ലോപ്പായി സുഹൃത്തുക്കളെ. നമ്മളങ്ങനെ ആർക്കും കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല. നമ്മൾ അങ്ങനെ ഒന്നും ഉറങ്ങത്തില്ല, ഇല്ലേ അമ്പൂട്ട?
പറഞ്ഞുവിടും അങ്ങോട്ട്. നമ്മൾ അങ്ങനെ ഒന്നും അങ്ങോട്ട് ഉറങ്ങത്തില്ല. അതിൻ്റെ മൃദുലെ മുട്ട ചിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി. ചില നേരം ഒറ്റയ്ക്ക് ഞാൻ കിടന്നോളൂ. ഓ ഗൈസ്, കണ്ട അവിടെ നിന്ന് എണീറ്റ് അവളെ അലയ്ക്കും. പിന്നെ ചെറുതായിട്ട് കിണങ്ങാൻ തുടങ്ങും. മൃദുല അവിടെ രാത്രി എന്ത് ചെയ്യുകയാണ്? മുട്ട ചിക്കണ റിസപ്ഷനിൽ കയറിയിട്ട് വന്നിട്ട് ആർക്കടി നീ ആരോ പറഞ്ഞ് വിശക്കുന്ന മുട്ട ചിക്കൻ ആരാണോ എന്തോ ആരാ അറിയാനേ വയ്യ. ഞാൻ വിചാരിച്ചിട്ടുണ്ടല്ലോ ചിക്കൻ ഇത് തൊലിയത്തില്ല, കണ്ണ് മാത്രം തീർന്നു. അയ്യോ അയ്യോ, നീ പാൻ വെച്ചിട്ട് ഇത് എവിടെ വെച്ചിരിക്കണത്? ഇന്നത്തെ ഡേ എങ്ങനെ ഉണ്ടായിരുന്നു മൃദുലേ? അതുമല്ല അവൻ ഇത്ര ശബ്ദം, ഭയങ്കര ശബ്ദമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഈ പോകുന്നത്. മൃദുല ഇത്ര നേരം മൃദുലയുടെ പ്രയത്നമായിരുന്നു. 2 മണിക്കൂർ പോയി കിടന്നു അവനെ ഉറക്കാൻ വേണ്ടി പ്രയത്നിച്ചിട്ട് ഇതേ കണ്ണും തുറന്ന് ഫാനിൽ നോക്കി കിടപ്പുണ്ട്. ഞാൻ 1 മണിക്കൂർ സെറ്റിയിൽ ഇരുന്ന് ഉറക്കി പാലും കൊടുത്ത് ഉറക്കി കൊണ്ട് കിടത്തിയിട്ട് ഞാൻ കൂടെ ഉറങ്ങിയതുപോലെ കിടന്ന് ലാസ്റ്റ് പതിയെ ഞാൻ അങ്ങോട്ട് എണ്ണീറ്റ് എന്നെ നമ്മുടെ തോപ്പിക്കാനാവില്ലെന്ന് അമ്മ പറഞ്ഞത് കണ്ടു തുറന്ന് കിടന്നു. എന്നാ ഇന്ന് രാവിലെ എടാ എണ്ണീരടാ പറഞ്ഞിട്ട് എണ്ണീറ്റ് സുഖിച്ച് കിടന്നു. ഇനിയിപ്പൊ ഞാൻ ഒന്നേന്നിരിക്കണം. എന്റെ മുട്ട ചെക്കി റെഡിയായി. അയ്യോ ചൂട്. ഓ, നമുക്ക് അടുക്കള മതിയേ. അടുക്കള ഇരുന്ന് കഴിക്കുന്നതാണ് ഇഷ്ടം. നമ്മളെ കുറെ ജോലികളുണ്ട്. ഈ ചെടികളൊക്കെ നടണം. പിന്നെ നമ്മൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി വീട്ടിൽ ഫുള്ള് ഹരിതാപവും പച്ചപ്പും ആയിരിക്കും. ഇത് നമ്മൾ വെജിറ്റബിൾസ് ഒന്നും വാങ്ങില്ല, എല്ലാം വീട്ടിൽ കൃഷി ഉണ്ടാക്കി കഴിക്കും. ഇല്ലേ മുതലേ? സീ യു ടുമോറോ. നമ്മുടെ ഇന്നത്തെ ഡ്രസ്സ് നോക്ക് നിങ്ങള്, എല്ലാം വൈറ്റ് ആൻഡ് വൈറ്റ് ആണ്. മോഡേൺ. ഏത് ടൈ? ആ ടൈ കണ്ടില്ല. അതാണ് ടൈയെ കൊണ്ട് കേട്ടോ. നമ്മള് ടൈയൊക്കെ ഇട്ട് ഓഫീസിൽ പോവാ. എങ്ങനെയുണ്ട്? അമ്മ കൈ വെച്ചിട്ടുണ്ട്, അമ്മ കണ്ടില്ല.